ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലഡ്ഡു റെസിപ്പി ആയിട്ടാണ്. ചെറുപയർ ലഡ്ഡു വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ എന്താ വേണ്ടത്? സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെറുപയർ ലഡ്ഡു തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ചെറുപയർ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുപയറിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നുമല്ല, കുറച്ചുകൂടെ കളറ് നന്നായിട്ടൊന്ന് മാറി വരാനുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ദേ ചെറുപയറിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഒരു റെഡിഷ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ചൂടാറി വന്നാൽ നമുക്കിത് അരച്ചെടുക്കാം, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. ഈ ലഡ്ഡു തേങ്ങ ചേർക്കാതെയും നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം, എന്നാലും തേങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇൻഗ്രീഡിയൻസിലൊക്കെ വെച്ചിട്ടും പെട്ടെന്ന് കേടായി പോകുന്നതും തേങ്ങയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുന്നത്. നന്നായിട്ട് കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കണ്ട. ലൈറ്റായിട്ട് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കിതങ്ങ് എടുത്ത് വെക്കാം. തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി നമുക്ക് ചെറുപയർ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ചെറുപയറിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് നിൽക്കൊന്നും വേണ്ട. ഒരു ലൈറ്റ് ചൂടോടുകൂടെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ചെറുപയർ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപയർ പൊടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ 2 ഏലക്കായ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഏലക്കായ പൊടിയാണെങ്കിൽ പിന്നീട് ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് ചേർക്കുന്നതാണെങ്കിൽ അങ്ങനെ ചേർക്കാം, ബദാം ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/4 കപ്പ് റോസ്റ്റഡ് ആണ് നിലക്കടല ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വെല്ലം ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് വെല്ലമാണ് ചേർക്കുന്നത്. 2 കഷ്ണം വെല്ലം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മുഴുവനും ഒരുമിച്ച് ചേർക്കേണ്ട, കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 6-7 സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോൾസ് പോലെ ഉരുട്ടിയെടുത്തിട്ട് ലഡു തയ്യാറാക്കാം. എല്ലാവരും ഈ ഒരു സ്വീറ്റ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്